ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറിയാപ്പ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല കിട്ടിലൻ ടേസ്റ്റാണ്. ഈ ഒരു ചീസ് കേക്ക് നോർമൽ കേക്കിനെക്കാട്ടൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. വയൽത്താൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു സോഫ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേറ്റ് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ വലിയ മുട്ട നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി മുട്ടൻ്റെ ആ ഒരു യെല്ലോ പോർഷനും ആ ഒരു വൈറ്റും കൂടെ വേറെ വേറെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് മുട്ടൻ്റെ വൈറ്റ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിലേക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പം അതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. യെല്ലോ ഭാഗം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക 4 മുട്ടയും. മുട്ടൻ്റെ യെല്ലോ ഭാഗം മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ മധുരം മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ ഈ ഒരു മധുരമാണ് ഈ ഒരു കേക്കിലേക്ക് കറക്റ്റായിട്ടുള്ളത്. ഇനി നല്ല സ്റ്റിഫ് ആവണ വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. മുട്ടൻ്റെ വൈറ്റ് ഇതാ നല്ല പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും ബീറ്റാക്കി വേണം എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ കിട്ടണം. ഇനി ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ആ ഒരു മുട്ടൻ്റെ വൈറ്റിൽ കുറച്ചെങ്കിലും ആ ഒരു യെല്ലോ പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിഫായിട്ട് ബീറ്റായിട്ട് വരില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫാക്കി എടുക്കുക. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മുട്ടൻ്റെ മഞ്ഞയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ എടുക്കുമ്പോൾ ഇതുപോലെ ലെവലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നോർമലായിട്ടുള്ള 1/3 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ടാകും. 1 ടേബിൾ സ്പൂണൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടൻ്റെ വൈറ്റ് പോർഷനിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് യോജിച്ച് കിട്ടണം. ഒത്തിരി പ്രസ് ചെയ്തിട്ട് ചെയ്യണ്ട. ഇതുപോലെ 2-3 പോർഷനായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് പതുക്കെ മിക്സ് ആക്കി എടുത്താലും മതിയാകും. ഇതിപ്പോൾ ആ ഒരു വൈറ്റ് പോർഷനിൽ ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ആ ഒരു ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നല്ല പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് പതുക്കെ മിക്സ് ആക്കി എടുത്താലും മതിയാകും. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഒട്ടും കട്ടുന്നില്ലാതെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബാറ്റർ കിട്ടാനായിട്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു 7 ഇഞ്ച് വരുന്ന ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തുള്ളത്. ഇതുപോലത്തെ ഒരു സ്ക്വയർ ടിൻ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ടിന്നാണുള്ളത് അത് വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം അടിഭാഗത്തേക്കും അതുപോലെ സൈഡിലേക്കൊക്കെ ചെറിയൊരു പീസ് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി മൊത്തത്തിൽ അങ്ങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ ഉള്ളിൽ ഹോൾസ് ഒന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കേക്ക് നല്ല പോലെ ടേപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ടേപ്പ് ചെയ്യുക. ഇനി ഇത് ബേക്കായിട്ട് വെക്കാം. ഞാൻ ഇവിടെ 170 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ് വരെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന ഓവനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കും. ഇനി ബിരിയാണി ചെമ്പിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വെച്ചാൽ മതിയാകും. പിന്നെ നോർമൽ കേക്കിനേക്കാളും കുറച്ച് കൂടുതൽ ടൈം എടുക്കും കേട്ടോ ഇത് ബേക്കായിട്ട് കിട്ടാനായിട്ട്. കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ബേക്കായി കിട്ടാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം.
കേക്ക് ഇതാ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ടിന്നിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നല്ലൊരു വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നടുവിലൂടെ വേണം കട്ടാക്കി എടുക്കാനായിട്ട്. ഇതൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു കേക്കല്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരുന്ന ഒരു കേക്കാണ് കേട്ടോ. ഇതുപോലെ ഒരു കേക്കിന് രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ലെയർ ഇതാ ഇത്രയും തിക്നെസ് വരുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാനായിട്ട്. കൂട്ടി തന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മധുരം മതിയാകും. ഇതിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത്. ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്തെടുക്കാവുന്നേ ഉള്ളൂ. കൂടി തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ക്രീം ചീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചീസ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം ചീസ് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് ഉണ്ടാകുക. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ സ്റ്റിഫായിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടിയിൽ ബീറ്റായിട്ട് കിട്ടൂല, നല്ല സ്മൂത്ത് ആയിട്ടാവും കിട്ടുക. ഇനി ഇത് കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കട്ടിയിൽ തന്നെ തിക്കായിട്ട് തന്നെ ഇതുപോലെ ആ ഒരു റെഡിയാക്കി എടുത്തുള്ള ഒരു ക്രീമിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് കഴിക്കാനായിട്ട്. ഇനി ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു കേക്കിൽ ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ലാതെ തന്നെ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി ബാക്കിയുള്ള മൊത്തത്തിലുള്ള ക്രീം ഇതുപോലെ കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്കും അതുപോലെ സൈഡിലേക്കൊക്കെ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തിട്ടെടുക്കാം. ആ ഒരു ക്രീം എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡായിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലത്തെ ചെഡാർ ചീസ് ഉണ്ടല്ലോ, ഇതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ചീസ് തന്നെ എടുക്കണം. ഇതിലേക്ക് മുതല ചീസൊന്നും എടുക്കരുത്. ഈ ഒരു ചീസിന് ചെറിയൊരു സാൾട്ടി ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാകുക. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മുകളിലേക്കോ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലേക്കൊക്കെ ഇട്ട് കൊടുക്കാട്ടെ. ഞാൻ ഇവിടെ സൈഡിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തേക്ക് മാത്രമായിട്ടും ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ചീസ് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു ചീസും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. ഇനി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നല്ല പോലെ തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കേക്ക് നല്ല പോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണിത്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. ഞാനിത് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ടാക്കി എടുക്കാം കേട്ടോ. ചെറിയ പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്